ഹലോ, സെർമൺ അറ്റ് ബനാറസ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ മനസ്സിലാക്കിയിരുന്നു. ഇറ്റ്സ് ഫ്രം ഗൗതമ ബുദ്ധ, സിദ്ധാർത്ഥ ബുദ്ധ. ഓക്കെ, ബുദ്ധധർമ്മങ്ങൾ പാലിക്കുന്നവരാണ് ലാമകൾ, അല്ലേ, ബുദ്ധ സന്യാസികൾ. ദലൈലാമയുടെ പിറന്നാളായിരുന്നു ഇന്നലെ. ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ ഹെഡാണ് ദലൈലാമ. ഓക്കെ, സോ നിങ്ങൾ ലാസ്റ്റ് യൂണിറ്റ് 7-ൽ കൂഗ്നെ പറ്റി പഠിച്ചപ്പോൾ അവിടെ ബുദ്ധിസ്റ്റ് സെറ്റിൽമെൻറ്റ്സിനെ പറ്റി, ടിബറ്റൻ ബുദ്ധിസ്റ്റ് സെറ്റിൽമെൻറ്റ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും, കൂർഗിലുള്ളത്. ഓക്കെ, ബൈലാക്കൂപ്പിലുള്ള ബുദ്ധ സന്യാസിമാരെ കാണുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ഹൃദയവും ആത്മാവും തൊട്ടറിയാൻ പറ്റുന്ന പല കാഴ്ചകളിൽ ഒന്നാണ്. ഓക്കെ, കൂർഗിലുള്ളത്. Buddhism originated in northern India, and Siddhartha Buddha, Gautama Buddha is the founder of Buddhism. ഈ റിലീജിയനിൽ 8 precepts or rule of Buddhism ഉണ്ട്. Abstain from many things. അപ്പം അതെല്ലാം പാലിക്കുന്നവരാണ് ബുദ്ധ സന്യാസികൾ. BC, ബിഫോർ ക്രൈസ്റ്റ്, 563 തൊട്ട് 483 വരെയാണ് ശ്രീ ബുദ്ധൻ്റെ ജീവിതം. അപ്പോൾ പ്രിൻസ് ആയിരുന്നു, രാജകുമാരനായിരുന്നു ശ്രീ ബുദ്ധൻ. നോർത്തേൺ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 12 വയസ്സായപ്പോൾ ഹി വാസ് സെൻറ്റ് ഫോർ സ്കൂളിംഗ് ഇൻ ഹിന്ദു സീക്രട്ട് സ്ക്രിപ്ചേഴ്സ്. 4 years later he returned home to marry a princess. അങ്ങനെ ഒരു മകനും ഉണ്ടായി. ഒരു 10 വർഷത്തോളം ഹി ലിവ്ഡ് ആസ് ബിഫിറ്റഡ് റോയൽറ്റി, ഒരു രാജകുമാരന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു ലൈഫ് ആണ് ജീവിച്ചത്. അറ്റ് ദ ഏജ് ഓഫ് 25 വയസ്സായപ്പോഴാണ് എന്താ പറയുക, അൺടിൽ ദാറ്റ് ടൈം ഹി വാസ് ഷീൽഡഡ് ഫ്രം ഹിയർ ടു ഫോർ എന്നുള്ളൊരു വേർഡുണ്ട് നമ്മുടെ ഈ ലെസണിൽ. Means up to that time 25 വയസ്സ് വരെ he was shielded from the sufferings of the world. വേദന എന്താണെന്ന് മനസ്സിലാക്കാതെ സുഖ സൗകര്യങ്ങൾ നിറഞ്ഞ ആഡംബര ജീവിതത്തിൽ നിന്ന് വളരെയധികം വ്യത്യസ്തനായ ഒരു മനുഷ്യനായി മാറിയത് എങ്ങനെയാണ്. സോ അതാണ് ലെസണിൽ പറയുന്നുണ്ട്. While out hunting chanced upon a sick man he happened to see, okay, or he came across by chance ആയിട്ട് വേട്ടയാടാൻ പോയപ്പോൾ എന്താണ് കണ്ടത്? എ സിക്ക് മാൻ, then an aged man, and then a funeral procession, finally a monk begging for alms. ഈ 4 കാഴ്ചകൾ, ഒരു സുഖമില്ലാത്തൊരു മനുഷ്യൻ, ഒരു വൃദ്ധനായ മനുഷ്യൻ, പിന്നെ ഒരു മരണത്തിൻ്റെ ഫ്യൂണറൽ പ്രൊസഷൻ, അതുപോലെ ഒരു സന്യാസി ബെഗിങ് ഫോർ ആംസ്, ദാനത്തിന് വേണ്ടി ബെഗ് ചെയ്ത് യാചിച്ച് നടക്കുന്ന ഒരു സന്യാസി. ഈ 4 കാഴ്ചകളാണ് ബുദ്ധനെ ടച്ച് ചെയ്തത്. ഓക്കെ, സോ മൂവ്ഡ് ഹിം മീൻസ് ഇമോഷണലി ഹി വാസ് എഫക്റ്റഡ്. ദെൻ ലൗകിക ജീവിതത്തിൻ്റെ വ്യർത്ഥതയിൽ നിന്ന്, മായമോഹനിൽ നിന്നെല്ലാം അകന്ന് ഹി വെൻറ്റ് ടു സീക്ക് എൻലൈറ്റൻമെൻറ്റ്, യഥാർത്ഥ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ഹി വെൻറ്റ് ഔട്ട് ഇൻ ടു ദ വേൾഡ് ഫ്രം ഹിസ് കിങ്ഡം. ഹി wanted to know the things concerning sorrows. ഈ ജീവിതത്തിൻ്റെ ഈ യാതനകൾ, 4 കാഴ്ചകളിൽ ഉൾപ്പെട്ട ആ യാതനകളെ പറ്റിയുള്ള ഒരു അറിവിന് വേണ്ടിയിട്ട്. വെറും അറിവല്ലല്ലോ ജ്ഞാനം. എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ പൂർണ്ണതയാണ് ജ്ഞാനം. സോ ഹി വോണ്ടഡ്, ഒരു ലക്ഷ്യവുമില്ലാതെ, എന്നാൽ ഇതായിരുന്നു മനസ്സിനെ അലട്ടുന്ന ചിന്ത. ഒരു 7 വർഷത്തോളം ഹി വോണ്ടഡ്, ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു. അവസാനം ഹി സാറ്റ് അണ്ടർ എ പീപ്പിൾ ട്രീ, ഒരു ബോധി വൃക്ഷത്തിൻ്റെ തണലിൽ ബുദ്ധൻ ഇരുന്നു. എന്നിട്ട് ഹി വൗഡ് ടു സ്റ്റേ അൺടിൽ എൻലൈറ്റ്മെൻറ്റ് കെയിം.
ശബ്ദം ചെയ്തു ജ്ഞാനോദയം ഉണ്ടാവുന്നതുവരെ, എൻലൈറ്റൻമെൻറ്റ് ഉണ്ടാവുന്നവരെ അവിടെ ഇരിക്കും എന്നുള്ള ഒരു വൗ മീൻസ് ശബ്ദം. അങ്ങനെ എൻലൈറ്റ്മെൻറ്റ് ഹി ഗോട്ട് ആഫ്റ്റർ 7 days. ആൻഡ് ഹി നെയിംഡ് ദ ട്രീ ദ ബോധി ട്രീ ഓഫ് വിസ്ഡം. ജ്ഞാനത്തിൻ്റെ വൃക്ഷം, ബോധി വൃക്ഷം എന്ന് തന്നെ അതിന് പേരിട്ടു. ആൻഡ് ഹി ബിഗാൻ ടു ടീച്ച് ടു ഷെയർ ഹിസ് ന്യൂ അണ്ടർസ്റ്റാൻഡിങ്. കിട്ടിയ ഉദയം, അറിവ് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഹി ബിഗാൻ ടു go here and there, and at that point he became known as Buddha, the awakened or the enlightened. അപ്പം സിദ്ധാർത്ഥ ഗൗതമ എന്ന പേരിൽ നിന്ന് ബുദ്ധൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് അതിനുശേഷമാണ്. The Buddha preached his first sermon. ആദ്യത്തെ സെർമൺ എവിടെയാണ് പ്രീച്ച് ചെയ്തത്, എവിടെയാണ് പഠിപ്പിച്ചത്? Preaching is different from a pure classroom teaching. അല്ലേ? Preaching means you are teaching the moral sayings of the soul. അപ്പം സിറ്റി ഓഫ് ബനാറസ്, റിവർ ഗംഗയുടെ തീരങ്ങളിലുള്ള ബനാറസ് അല്ലെങ്കിൽ വാരണസി എന്ന് പറയുന്ന, കാശി എന്നെല്ലാം പറയുന്ന അവിടെയാണ് ആദ്യത്തെ പ്രഭാഷണം ഉണ്ടായിരുന്നത്. ഓക്കെ, സെർമൺ. ദാറ്റ് സെർമൺ ഹാസ് ബീൻ പ്രിസർവ്ഡ് ആൻഡ് ഈസ് ഗിവൺ ഹിയർ. അത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു സെർമണാണ്. അതാണ് ഈ സെർമൺ അറ്റ് ബനാറസിൽ CBSE ക്ലാസ് 10 കുട്ടികളായ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി അത് എന്തിനെ പറ്റിയുള്ളതാണ്? ഇറ്റ് റിഫ്ലെക്ട്സ് ദ ബുദ്ധാസ് വിസ്ഡം. ബുദ്ധൻ്റെ ജ്ഞാനം ആണ് അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. എബൌട്ട് വൺ ഇൻസ്ക്രൂട്ടബിൾ കൈൻഡ് ഓഫ് സഫറിങ്. എന്തിനെ പറ്റിയാണ്? ഇറ്റ് ഈസ് അബൌട്ട് വൺ ഇൻസ്ക്രൂട്ടബിൾ കൈൻഡ് ഓഫ് സഫറിങ്. ഇൻസ്ക്രൂട്ടബിൾ മീൻസ് സംതിങ് വിച്ച് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്. മനസ്സിലാക്കാൻ പറ്റാത്ത തരം ഒരു സഹനം, സഫറിങ്, അതിനെ പറ്റിയുള്ളതാണ് ഈ ടീച്ചിങ് അല്ലെങ്കിൽ ഈ പ്രീച്ചിങ്, ഈ സെർമൺ. എവിടെ വെച്ചാണ് അത്? അറ്റ് ദ സിറ്റി ഓഫ് ബനാറസ്, കാശി, വാരണസി എന്നെല്ലാം നമ്മൾ പറയുന്ന ഗംഗയുടെ തീരങ്ങളിലുള്ള അവിടെ വെച്ചിട്ടാണ് ഈ സെർമൺ സ്പ്രെഡ് ചെയ്തത്. ഓക്കെ, ക്യാൻ യു ഗസ് വിച്ച് ഈസ് ദാറ്റ് ഇൻസ്ക്രൂട്ടബിൾ കൈൻഡ് ഓഫ് സഫറിങ്? നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സഹനം, അതെന്താണത്? ഡെത്ത്. ഓക്കെ, ഈവൻ ഡീലിംഗ് വിത്ത് ഡെത്ത് ഓഫ് എ ലവ്ഡ് വൺ. യേശു ക്രിസ്തു ഒരുപാട് ഉപമകളിൽ കൂടെയാണ് പഠിപ്പിച്ചിരുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഈ സെർമൺ പറയാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. കിസ ഗോദാമി ഹാഡ് ആൻ ഓൺലി സൺ. ഒരു മകനുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് കിസ ഗോദാമി. ആൻഡ് വാട്ട് ഹാപ്പൻ ടു ദാറ്റ് സൺ? ഹി ഡൈഡ്. ഇൻ ഹർ ഗ്രീഫ് ഷീ ക്യാരിഡ് ദ ഡെഡ് ചൈൽഡ് ടു ഓൾ ഹർ നെയ്ബേഴ്സ്. എന്ത് പറ്റി? ഒരു മകൻ മരിച്ചു. അപ്പോൾ അവളുടെ ആ ദുഃഖത്തിൽ അവൾ എന്താ ചെയ്തത്? ഈ മരിച്ച കുട്ടിയെ ബറി ചെയ്യാൻ അലൗ ചെയ്യാതെ ഷീ വാസ് ക്യാരിയിങ് ദാറ്റ് ഡെഡ് ബോഡി, ഡെഡ് ചൈൽഡ് ടു ഓൾ ഹർ നെയ്ബേഴ്സ്. അയൽപ്പക്കങ്ങളിലെല്ലാം നടന്ന് എന്താണ് ചോദിക്കുന്നത് അവൾ? ഷീ വാസ് ആസ്കിങ് ഫോർ മെഡിസിൻ. ആൻഡ് ദ പീപ്പിൾ സെഡ് ഷീ ഹാസ് ലോസ്റ്റ് ഹർ സെൻസസ്, ദ ബോയ് ഈസ് ഡെഡ്. ഈ കുഞ്ഞിനെ മരണത്തിൽ നിന്നും സുഖപ്പെടുത്താനായിട്ടുള്ള മരുന്നിന് വേണ്ടിയിട്ടാണ് ഇവൾ മരിച്ച കുഞ്ഞുമായിട്ട് നടക്കുന്നത്. അങ്ങനെ ആയപ്പോൾ ആൾക്കാരെന്ത് പറഞ്ഞു? അവൾക്ക് സമനില തെറ്റി. ഷീ ഹാസ് ലോസ്റ്റ് ഹർ സെൻസസ്. കാരണം എന്താണ് അങ്ങനെ തോന്നാൻ? ദ ബോയ് ഈസ് ഡെഡ്. മരിച്ച കുട്ടിയുമായിട്ട് ഈ സ്ത്രീ ഇങ്ങനെ നടക്കുന്നത്. At length, Kisa Godami met a man who replied to her request. കുറേ കഴിഞ്ഞപ്പോൾ ആൾ ഒരു മനുഷ്യനെ കണ്ടു. ആൻഡ് ആ ആൾ എന്താ പറഞ്ഞത്? ഐ കനോട്ട് ഗീവ് ദി മെഡിസിൻ ഫോർ ദൈ ചൈൽഡ്. നിനക്ക് നിൻ്റെ കുഞ്ഞിന് തരാൻ എൻ്റെ കയ്യിൽ മെഡിസിൻ ഇല്ല. പക്ഷേ
I know a physician who can. ഒരു ഡോക്ടറുണ്ട് എൻ്റെ അറിവിൽ. ഓക്കെ, ആ ഡോക്ടർക്ക് ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ, ഹീ ക്യാൻ ഗീവ് യു, ദി എന്ന് പറഞ്ഞാൽ യു, ഇറ്റ്സ് എ ഓൾഡ് ഇംഗ്ലീഷ് ഫോം ദി. യുവർ എന്നുള്ളതിനുള്ള ഓൾഡ് ഇംഗ്ലീഷ് ഫോമാണ് ദായ്. അപ്പം ദിസ് ഡോക്ടർ ക്യാൻ ഗിവ് യു എ മെഡിസിൻ. And the girl said, "Pray, tell me, sir, who is it?" And the man replied, "Go to Sakyamuni, the Buddha." അപ്പോൾ ഈ ആൾ പരിചയപ്പെടുത്തുന്നത്, ഈ ആൾ കിസയോട് പറയുന്നതാണ് എന്താണ്? ഗോ ടു സഖ്യമുനി ദ ബുദ്ധ. ദ ബുദ്ധ ഈസ് ദ ഡോക്ടർ ഓർ ദ ഫിസിഷ്യൻ ഹൂ ക്യാൻ ഹീൽ യുവർ സൺ, ഹൂ ക്യാൻ സേവ് യുവർ സൺ with a medicine. Kisa Godami repaired to the Buddha and cried. Repaired എന്നുള്ളത് went to എന്നുള്ള മീനിങ്ങിലാണ് എടുക്കേണ്ടത്. സോ ബുദ്ധൻ്റെ അടുത്ത് പോയിട്ട് കരഞ്ഞു, ലോർഡ് ആൻഡ് മാസ്റ്റർ, ഗീവ് മീ ദ മെഡിസിൻ ദാറ്റ് വിൽ ക്യൂർ മൈ ബോയ്. എൻ്റെ മകനെ സുഖപ്പെടുത്താനുള്ള മരുന്ന് തരൂ. ലോർഡ് ദ മാസ്റ്റർ ബുദ്ധ. ബുദ്ധ ആൻസേർഡ്, ഐ വോണ്ട് എ ഹാൻഡ്ഫുൾ ഓഫ് മസ്റ്റാർഡ് സീഡ്. എനിക്ക് വേണ്ടത് കുറച്ച് മസ്റ്റാർഡ് സീഡുകളാണ്, ഒരു കൈപ്പിടി. ഓക്കെ, എ ഹാൻഡ്ഫുൾ ഓഫ് മസ്റ്റാർഡ് സീഡ്. ആൻഡ് വെൻ ദ ഗേൾ ഇൻ ഹർ ജോയ് പ്രോമിസ് ടു പ്രൊക്യൂർ ഇറ്റ്, ദ ബുദ്ധ ആഡഡ്. വളരെ സന്തോഷമായി ഈ കിസ ഗോദാമിക്ക്. എന്തുകൊണ്ടാണ്? മറ്റൊന്നും വേണ്ടല്ലോ, നിസ്സാരമായ കാര്യമാണ് ആവശ്യപ്പെടുന്നത്. ഒരു കൈപ്പിടി മസ്റ്റാർഡ് സീഡാണ് വേണ്ടിയത്. അപ്പോൾ അവൾ ഉറപ്പായിട്ടും പറഞ്ഞു, ഓക്കെ, ഐ വിൽ ബ്രിങ് ഇറ്റ് എന്നുള്ളത്. ഷീ പ്രോമിസ്ഡ് ടു പ്രൊക്വയർ ഇറ്റ്. ടു പ്രൊക്വയർ മീൻസ് ടു ഒബ്റ്റെയിൻ ഇറ്റ്, ടു അക്വയർ ഇറ്റ്, ടു ഗെറ്റ് ഇറ്റ്. സിമ്പിൾ മീനിങ് വി ക്യാൻ സേ ടു ഗെറ്റ് ഇറ്റ്. അത് കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ ഒരു കാര്യം കൂടി അതിനോട് ആഡ് ചെയ്തു. ദ മസ്റ്റാർഡ് സീഡ് മസ്റ്റ് ബി ടേക്കൺ ഫ്രം എ ഹൗസ് where no one has lost a child, husband, parent or friend. അപ്പോൾ കണ്ടീഷൻ ഉണ്ട്. ദർ ഈസ് വൺ സിംഗിൾ കണ്ടീഷൻ. എത്രേ ഉള്ളൂ? ഈ കിട്ടുന്നത് നീ കളക്ട് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കൈപ്പിടി മസ്റ്റാർഡ് സീഡ് എങ്ങനെയുള്ളതായിരിക്കും? എവിടെ നിന്ന് കിട്ടുന്നതായിരിക്കണം? ഫ്രം എ ഹൗസ് വെയർ നോ വൺ ഹാസ് ലോസ്റ്റ് എ ചൈൽഡ്. മരണം മൂലം ആർക്കും തന്നെ ഒരു കുട്ടിയോ സ്വന്തം ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഭർത്താവോ അല്ലെങ്കിൽ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ കൂട്ടുകാരനോ നഷ്ടപ്പെടാത്ത, മരണം സംഭവിക്കാത്ത ഒരു വീട്ടിൽ നിന്ന് വേണം ഇത് വാങ്ങിച്ചുകൊണ്ട് വരാൻ. ഓക്കെ, കിസ, പുവർ കിസയ്ക്ക് അത് കിട്ടുമോ ഇല്ലയോ? വിൽ സീ ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.